Hi friends, welcome back to Literature at Fingertips. CTET എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാമിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 2024 ഒക്ടോബർ 16 11:59 PM വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നലെ പുറത്തു വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാമിൻ്റെ ഡേറ്റ് 2024 ഡിസംബർ 1 സൺഡേ ആണ്. CTET എക്സാം 2 ഷിഫ്റ്റായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. പേപ്പർ 1 ഈവനിങ്ങിലും പേപ്പർ 2 മോർണിംഗിലുമാണ്. അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ CTET ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. എക്സാമിനേഷൻ ഫീ വരുന്നത് ജനറൽ OBC കാറ്റഗറിക്ക് ഏതെങ്കിലും ഒരു പേപ്പർ, അതായത് പേപ്പർ 1 അല്ലെങ്കിൽ പേപ്പർ 2 ഏതെങ്കിലും ഒന്നാണ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ 1000 ഇനി 2 പേപ്പറും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. SC, ST, ഡിസേബിൾഡ് പേഴ്സൺസ് എന്നീ കാറ്റഗറിക്ക് ഒരു പേപ്പറിന് 500 രൂപയും 2 പേപ്പറും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ 600 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ശ്രദ്ധയോടെ വായിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് മെയിൽ ID-യും ഒപ്പം പിൻകോഡും കൊടുക്കുക. അതുപോലെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വയ്ക്കുക. ഒരു കാൻഡിഡേറ്റിന് 1 ടൈം ഓൺലൈൻ രജിസ്ട്രേഷനാണ് പറ്റുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ അപ്ലൈ ചെയ്യുകയോ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്താൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടുകയും മാത്രമല്ല ഫ്യൂച്ചറിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഡീബാർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നോക്കാം. CTET ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ശ്രദ്ധയോടെ. രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നോട്ട് ചെയ്ത് വയ്ക്കുക. ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട സമയത്തായാലും റിസൾട്ട് വരുന്ന സമയത്ത് ചെക്ക് ചെയ്യാനാണെങ്കിലൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫും മറ്റത് നമ്മുടെ സിഗ്നേച്ചറുമാണ്. ഫോട്ടോയും സിഗ്നേച്ചറും മാൻഡേറ്ററി ആണ്. അത് രണ്ടും സ്കാൻ ചെയ്ത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് പറയുന്നത് 10 KB തൊട്ട് 100 KB വരെയാണ്. 3.5 cm വിഡ്ത്തും 4.5 cm ഹൈറ്റുമാണ് ഇമേജിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത്. സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് 3 KB മുതൽ 30 KB വരെയാണ്. 3.5 cm ലെങ്ത്തും 1.5 cm ഹൈറ്റുമാണ് സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ ഇമേജ് ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് നമുക്കൊന്നല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇത് നമുക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവരാണെങ്കിൽ കഫേയിൽ പോയോ അക്ഷയയിൽ പോയോ ചെയ്യാവുന്നതാണ്. പിന്നെ രജിസ്ട്രേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ആക്റ്റീവായിട്ടുള്ള നമ്പർ ആയിരിക്കണേ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് അത് സൂക്ഷിച്ച് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ 8 മുതൽ 13 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് അപ്പർ കേസും ലോവർ കേസും ന്യൂമറിക്കും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള
കുത്ത്, കോമ, എക്സ്ക്ലമേഷൻ മാർക്ക് തുടങ്ങിയ പങ്ക്ച്വേഷൻ മാർക്സ് കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. വീട്ടിൽ ലാപ്ടോപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2.5 മണിക്കൂറാണ്. മോർണിംഗിലാണ് എക്സാമെങ്കിൽ 9:30 മുതൽ 12 മണി വരെയും, ആഫ്റ്റർനൂണാണ് എക്സാമെങ്കിൽ 2:30 മുതൽ 5 മണി വരെയുമാണ് സമയം. മാത്രമല്ല, ഏതെങ്കിലും സിറ്റിയിൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ എക്സാം നവംബർ 30, 2024 കണ്ടക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് 1 തൊട്ട് 5 വരെ പഠിപ്പിക്കാൻ വേണ്ട എലിജിബിലിറ്റിയും, പേപ്പർ 2 എന്ന് പറയുന്നത് 6 തൊട്ട് 8 വരെ പഠിപ്പിക്കാൻ വേണ്ട എലിജിബിലിറ്റിയുമാണ്. പേപ്പർ 1 എടുക്കുന്നവർക്ക് 5 പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, മാത്തമാറ്റിക്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്നിവയാണ് ആ 5 പേപ്പേഴ്സ്. പേപ്പർ 2 എടുക്കുന്നവരുടെ കേസിൽ അവർക്ക് 5 പേപ്പേഴ്സ് കമ്പൽസറി ആയിട്ട് വരുന്നില്ല. 4 പേപ്പേഴ്സാണ് അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, 2 മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അഥവാ സോഷ്യൽ സ്റ്റഡീസ്. സെക്കൻഡ് പേപ്പർ ഓപ്ഷണലാണ്. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്, നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് സോഷ്യൽ സയൻസ് ആണ് കുറച്ചുകൂടി ബെറ്റർ. നെക്സ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉമാണ്. സോ ടോട്ടൽ 5 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 4 എണ്ണമാണ് കമ്പൽസറി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കാരണം സെക്കൻഡ് പേപ്പർ ഓപ്ഷണലാണ്. ഒന്നല്ലെങ്കിൽ മാത്തമാറ്റിക്സും സയൻസും, മാത്സ് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണെങ്കിൽ ഈ പേപ്പർ ചൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എടുക്കാവുന്നതാണ്. അതായിരിക്കും കുറച്ചും കൂടെ ഈസിയർ മാത്സിനേക്കാളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ലാംഗ്വേജ് ചോദിക്കും. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാംഗ്വേജും നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും അതിൻ്റെ അകത്ത് ചോദിക്കും. അത് തെറ്റിക്കാതെ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം എക്സാമിന് ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ എന്തായാലും നിർബന്ധമായും 2 ലാംഗ്വേജ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് നിങ്ങൾ എക്സാമിനും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. കോമൺ പേപ്പേഴ്സ് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, സോഷ്യൽ സയൻസ് അഥവാ സോഷ്യൽ സ്റ്റഡീസ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതുപോലെ മാത്തമാറ്റിക്സ് എന്നീ കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തന്നിട്ടുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇംഗ്ലീഷും കൂടാതെ ഹിന്ദിയിലും തന്നിട്ടുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും കമ്പൽസറി ആയിട്ടുള്ള 2 പേപ്പേഴ്സാണ്. എക്സാം സിലബസ് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രം, മിസ്റ്റേക്സ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അത് കൺഫർമേഷൻ കൊടുത്ത് അപ്ലോഡ് ചെയ്യുക. കാരണം മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എഡ്യൂക്കേഷണൽ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, take care.